പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പോൾ പഴയ കണക്ക് നവ്യയും നയനയും പഴയ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പഴയ അവർ ഒരു തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നയനയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ, ഇവളെന്താ മിണ്ടാതിരിക്കുന്നത്. അപ്പം നയന മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണമുണ്ടെന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മറയ്ക്കുന്നുണ്ടോ, ഇനി ഇവിടെ ഞാനറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ. നവ്യയുടെ മനസ്സിലിങ്ങനെ ചിന്ത വരുന്നുണ്ട് കേട്ടോ. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ കുഞ്ഞാണെന്ന്, ഇത് മോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പ് നയനയ്ക്കുണ്ടെങ്കിൽ ഒരിക്കലും നയന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, എപ്പോഴേ നമ്മളെ വീട്ടിലേക്ക് പോയേനെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മളെ നവ്യ നിൽപ്പുണ്ടേ. നവ്യ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അഭി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ പറ്റിയേ, എന്നും ഇല്ലാത്തൊരു ആലോചനയിൽ ഇവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിക്ക് ചെറിയ ടെൻഷനൊക്കെ ആയിട്ട് അഭി അങ്ങോട്ട് വരുന്നുണ്ട്. അഭി നവ്യയുടെ അടുത്തോട്ട് ചെന്നിട്ട് നവ്യയുടെ ചോദിക്കും, എന്താ നവ്യ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കത്തില്ലല്ലോ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേ ഞാൻ നയനയും ആദർശേട്ടനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ അനിയത്തി എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നവ്യ സങ്കടത്തോടെ നിൽക്കുമ്പോഴത്തേക്ക് അഭി പറയും, ഓ അപ്പം അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഓ ഇതാണോ ഇവിടെ ആലോചിച്ചത്, മനസ്സിന് സമാധാനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അഭി പറയും, ആ നിൻ്റെ അനിയത്തിക്ക് നാണമെന്ന് പറഞ്ഞ സംഭവം നിൻ്റെ അനിയത്തിക്ക് ഇല്ലല്ലോ, ഏതെങ്കിലും അന്തസ്സുള്ള ഭാര്യമാരാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിക്കും ആരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല, വലിയ മനസ്സിൻ്റെ ഉടമയാണ് നിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഞാനതിന് സമ്മതിച്ച് തരില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയും. അപ്പം നവ്യ പറയും, എൻ്റെ അനിയത്തി എന്തും പറഞ്ഞു, പക്ഷേ വേറെ ആളുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയരുത്, അങ്ങനെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളല്ല എൻ്റെ അനിയത്തി, ആ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ഓ അപ്പം അഭി പറയുന്നുണ്ട്, ഓ നിൻ്റെ അനിയത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിൻ്റെ അമ്മയോ അച്ഛനെക്കുറിച്ചോ പറഞ്ഞാൽ നിനക്കത് പിടിക്കത്തില്ലല്ലോ, ഓ അതൊക്കെ പോട്ടെ, ഞാനിതൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വന്നതല്ല, നീ ഇതുപോലെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി, അതാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് തലയിൽ കയറ്റാൻ നിൽക്കാതെ നീ കുഞ്ഞിൻ്റെ കാര്യം നോക്ക്, അവനെ നമുക്ക് ആരോഗ്യത്തോടെ വളർത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ സോപ്പിടാൻ വേണ്ടി നവ്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്നേഹമാണ് എൻ്റെ ബലം, കാരണം എൻ്റെ അനിയത്തി പോലും ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വരികയോ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പ്രസവം കഴിഞ്ഞപ്പോൾ നിന്നെക്കുറിച്ചുള്ള ആലോചനയും ടെൻഷനൊക്കെ ആയിരുന്നു എനിക്കുള്ളത്, പക്ഷേ ഇപ്പോൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അപ്പം അഭി പറയുന്നുണ്ട്, നമ്മളെ മോനിക്കും നിനക്കും ഞാനുണ്ടല്ലോ എന്ന്. അങ്ങനെയൊക്കെ അഭി നവ്യടുത്ത് പറഞ്ഞിട്ട് നവ്യയെ ബോധ്യപ്പെടുത്തിയിട്ട് അഭി അവിടെ നിന്ന് പോവുകയാണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള എന്തോ തെളിവ് നയനയുടെ റൂമിലുണ്ട്, അതെനിക്ക് 100% ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തെളിവുമില്ലാതെ അവൾ എന്തായാലും ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടി നിൽക്കത്തില്ല എന്നൊക്കെ നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ എന്ത് ചെയ്തു, പയ്യെ നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നയന ആ റൂമിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നവ്യ ആണെങ്കിൽ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്, ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് പറഞ്ഞ് എല്ലാവരും നടക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താ ഒരു കൂസലും ഇല്ലാത്തത്, നീ അത് അംഗീകരിച്ച് നടന്നോ, നീ ഒരു ത്യാഗിയാണെന്നൊക്കെ എനിക്കറിയാം, ഇത്തരത്തിലുള്ള കാര്യത്തിനൊന്നും അംഗീകരിച്ച് കൊടുക്കല്ലേ മോളെ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് അറിയാമല്ലോ, നടക്കുന്നതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഞാൻ അതനുസരിച്ച് പ്രതികരിക്കുമെന്നുള്ള കാര്യം അറിയാമല്ലോ ചേച്ചിക്ക്, ചേച്ചിക്ക് എന്നെക്കുറിച്ച് അറിയാമല്ലോ, ഞാനിപ്പം ഒന്നും കാണാതെ ഞാനിങ്ങനെ സ്നേഹിച്ച് പിടിച്ച് നിൽക്കില്ല എന്നറിയാമല്ലോ, അതൊക്കെ എനിക്കറിയാം, പക്ഷേ നിൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് അന്യൊരു കുഞ്ഞ് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് അംഗീകരിക്കുകയോ അതിനെ എടുക്കുകയോ കളിപ്പിക്കുകയോ അതിനൊന്നിനും സമയം ഇപ്പം നിനക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ഇപ്പം ഈ കൊച്ചാണല്ലോ വലുത്, അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് നവ്യ പറയുകയാണേ. അപ്പം നയന പറയുന്നുണ്ട്, ഒന്നും കാണാതെ ഞാൻ ചെയ്യില്ല എന്ന് ചേച്ചിക്ക് അറിയാമല്ലോ, ഞാൻ ന്യായത്തിൻ്റെ കൂടല്ലേ നിൽക്കത്തുള്ളൂ എന്ന് ചേച്ചിക്ക് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ചേച്ചി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും തലയിൽ പുണ്ണാക്കേണ്ട കാര്യമില്ല, ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാനും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനൊക്കെ ചേച്ചിക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവുകയാണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതെനിക്ക് 100% ഉറപ്പാണ്, അന്ന് കരൾ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിൽ നിന്നൊക്കെ ഇവൾ മറച്ചില്ലേ, അപ്പം അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, എന്നിൽ നിന്ന് മറച്ച് പിടിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് ഇവളെ റൂമിൽ നിന്ന് തന്നെ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ എന്താ ചെയ്യണമെന്നറിയോ, നയന പോയതിന് ശേഷം നയൻ്റെ റൂമിൽ
ഫുള്ള് പിന്നെ നവ്യ അലമാരയെല്ലാം നല്ല നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലമാരയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നവ്യ തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലമാര താഴത്തെ ഷെൽഫ് കാണുന്നത്. അങ്ങനെ നവ്യ എന്ത് ചെയ്തു, ആ ഷെൽഫ് തുറന്ന് നോക്കുമ്പം അതിൽ കുറേ റിസൾട്ടുകളും ഡോക്ടറിൻ്റെ കുറിപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നവ്യ അത് എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ DNA ടെസ്റ്റിൻ്റെ കവർ കിട്ടുന്നുണ്ട്. അപ്പോൾ DNA ടെസ്റ്റിൻ്റെ കവറിൽ നവ്യ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് അബിയുടെ പേര് കാണുന്നുണ്ട്. അപ്പം നവ്യ ആണെങ്കിൽ അമ്പരന്ന് നിൽക്കുന്നുണ്ട്, ഇതെന്താ അബിയുടെ പേര് ഇതിനകത്തെന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നവ്യ ആണെങ്കിൽ ആ റിസൾട്ട് നോക്കുമ്പോഴാണ് ചന്തുമോളുടെ അച്ഛനാണ് അബി എന്നുള്ള ആ ഒരു സത്യം നവ്യ മനസ്സിലാക്കുന്നത്. അങ്ങനെ നവ്യ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണേ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, വെറുതെ അല്ല എൻ്റെ അനിയത്തി ഒന്നും പറയാതെ ആദർശേട്ടൻ്റെ മകളാണെന്നുള്ള ഇതിൽ എൻ്റെ അനിയത്തി ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അബി എന്നെ ചതിക്കുകയാണ്. ഓരോ നാടകങ്ങൾ കളിച്ച് എൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാനും ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കാനുമാണല്ലോ ഇവൻ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നത്. അന്നേ എൻ്റെ അനിയത്തി പറഞ്ഞതാണ്, അബി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും, അല്ലാതെ അവൻ ആരെയും ഇങ്ങനെ സ്നേഹിക്കില്ല. എൻ്റെ അനിയത്തി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചതുമില്ല. പക്ഷേ അവന് ഒരു ദ്രോഹിയാണ്, അവനെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമനില തെറ്റിയിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ് നയന. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.